മലബാറിലെ പ്രധാന ക്ഷേത്രമായ പയ്യാവൂർ വാസവപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ആയിരങ്ങൾ ബലിതർപ്പണം നടത്തി. ഇന്ത്യൻ പിന്നണി ഗായകൻ മധു ബാലകൃഷ്ണനും പയ്യാവൂർ വാസവപുരം ക്ഷേത്രത്തിൽ ബലിതർപ്പണം നടത്തി. രാഹുൽജി കോഴിക്കോട് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. മലബാറിലെ പ്രധാന ആധ്യാത്മിക കേന്ദ്രമായ പയ്യാവൂർ വാസവപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ കർക്കിടക വാവുദിനത്തിൽ ബലിതർപ്പണ ചടങ്ങുകൾ നടന്നു. ആയിരങ്ങളാണ് അതിരാവിലെ മുതൽ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. വയനാട് തിരുനെല്ലിയും തളിപ്പറമ്പ് തൃച്ചംബരം ക്ഷേത്രവും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭക്തർ കർക്കിടക വാവുദിനത്തിൽ എത്തിച്ചേരുന്ന പ്രധാന ക്ഷേത്രമാണ് പയ്യാവൂർ വാസവപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം. മൂർത്തിക്കടവ് സ്നാനഘട്ടത്തിൽ വെളുപ്പിന് 5:30 മുതൽ ആരംഭിച്ച ബലിതർപ്പണ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ വരിവരിയായി നീണ്ട നിര തന്നെ അനുഭവപ്പെട്ടു. പ്രശസ്ത ഇന്ത്യൻ പിന്നണി ഗായകൻ മധു ബാലകൃഷ്ണൻ ക്ഷേത്രത്തിൽ ബലിതർപ്പണം നടത്തി. മൂർത്തിക്കടവിൽ പ്രത്യേകം സജ്ജമാക്കിയ പന്തലിലാണ് ചടങ്ങുകൾ നടന്നത്. ബലിതർപ്പണ ചടങ്ങുകൾക്ക് രാഹുൽജി കോഴിക്കോട് നേതൃത്വം നൽകി. ചടങ്ങുകൾക്ക് ശേഷം ഗായകൻ മധു ബാലകൃഷ്ണനെ വാസവപുരം ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ ചേർന്ന് കസവണിഞ്ഞ് ക്ഷേത്രമുറ്റത്ത് ആദരിച്ചു. തുടർന്ന് അദ്ദേഹം ശ്രീകോവിലിൽ തൊഴുത ശേഷം ശ്രീകോവിലിന് മുമ്പിൽ കീർത്തനം ആലപിച്ചു. നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്തഭാഗ്യം ജനാനാം. ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന ഭക്തർക്കൊപ്പം ക്ഷേത്രാചാര ചടങ്ങുകൾക്ക് ശേഷം പയ്യാവൂർ ശ്രീ ശിവക്ഷേത്രത്തിലും മധു ബാലകൃഷ്ണൻ ദർശനം നടത്തി. പയ്യാവൂർ ശിവക്ഷേത്രം ദേവസ്വം ഭാരവാഹികൾ ഗായകനെ പൊന്നാട അണിയിച്ചു. പയ്യാവൂർ ശിവക്ഷേത്ര സന്നിധിയിലും മധു ബാലകൃഷ്ണൻ കീർത്തനം ഭക്തർക്കൊപ്പം ചേർന്ന് ആലപിച്ചു. ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്ര്യംബകേ ഗൗരീ നാരായണീ നമോസ്തുതേ. ഗായകൻ മധു ബാലകൃഷ്ണനൊപ്പം സിനിമാ നിർമ്മാതാവും ബിസിനസ്സുകാരനുമായ മുരളി കുന്നംപുറത്തും മധു ബാലകൃഷ്ണന്റെ സുഹൃത്തു കൂടിയായ പ്രവീൺ കാഞ്ഞിലേരിയും ഒപ്പം ഉണ്ടായിരുന്നു. പ്രശസ്ത ഇന്ത്യൻ പിന്നണി ഗായകനൊപ്പം ക്ഷേത്രദർശനം നടത്തിയവർക്ക് ക്ഷേത്രദർശനം വേറിട്ട അനുഭൂതി കൂടിയായി. ന്യൂസ് ബ്യൂറോ, ശ്രീകണ്ഠപുരം.